സജി കെ എ, കൃഷി ഓഫീസർ, കൃഷിഭവൻ കവളങ്ങാട്. കേരള കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടാകെ എല്ലാ പഞ്ചായത്തുകളിലും ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു വരുന്നൊരു സമയമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കവളങ്ങാട് പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. പ്രത്യേകിച്ച് തിരുവാതിര ഞാറ്റുവേലയുടെ സമയമാണിത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇടമുറിയാതെ പെയ്യുന്ന ഒരു മഴയുള്ള സമയം. പ്രത്യേകിച്ച് കർഷകർക്ക് കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും അതുപോലെ തന്നെ പുതിയ തൈകൾ നടുന്നതിനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിരവധി നടീൽ വസ്തുക്കളാണ് നമ്മളിന്ന് ഈ പ്രോഗ്രാമിലൂടെ വിതരണം ചെയ്തിട്ടുള്ളത്. പ്ലാവ്, വിവിധ ഇനം പ്ലാവ് ബഡ്ഡുകൾ, അതുപോലെ തന്നെ തെങ്ങ് തൈകൾ, പച്ചക്കറി തൈകൾ ഉൾപ്പെടെയുള്ള നടീൽ വസ്തുക്കൾ ഇന്ന് കർഷകർക്ക് വിതരണം നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കർഷകരെ കാർഷിക വില നിലനിർത്തുന്നതിനും അവർക്ക് ആവശ്യമായിട്ടുള്ള നടീൽ വസ്തുക്കൾ നൽകുന്നതിനും ഇതിലൂടെ നമ്മുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിച്ച് നമ്മുടെ അതോടൊപ്പം തന്നെ ഭക്ഷ്യ സുരക്ഷ കൈവരിക്കാനുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചു വരുന്നത്. കവളങ്ങാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു നല്ല കാർഷിക മേഖലയാണ്. പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ നിരവധി കാർഷിക പ്രവർത്തനങ്ങൾ, നിരവധി പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി വരുന്ന ഒരു സമയമാണ്. ഇന്ന് നടന്ന ഈ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സിബി മാത്യു നിർവഹിച്ചു. ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ ജോളി അധ്യക്ഷത വഹിച്ചു. അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ നൌഷാദ് PH, ടീന ടീനോ അടക്കമുള്ളവർ സംസാരിച്ചു. നിരവധി കർഷകരാണ് ഇതിന് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു പരിപാടി, ഈ ഒരു പ്രോഗ്രാം, ഈ ഞാറ്റുവേല ചന്ത കർഷകർക്ക് വളരെ ഗുണകരമായിട്ടുണ്ട്. അവർക്ക് കാർഷിക മേഖല നിൽക്കുന്നതിന് പ്രോത്സാഹനമായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയം. കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഗവൺമെൻറ് ഏറ്റവും താല്പര്യത്തോടെയാണ് ഇത്തരം പദ്ധതികൾ നടന്നത്. കാർഷിക മേഖലയിൽ ഏറ്റവും നല്ല നല്ല പദ്ധതികൾ നടപ്പിലാക്കിയിട്ട് കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അവരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടും. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമാണല്ലോ കേരളം. കൂടുതലായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പഴവർഗ്ഗങ്ങളും നമുക്ക് ആവശ്യമുള്ള നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നത്. കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ ഈ പദ്ധതിയിലൂടെ കഴിയുന്നുണ്ട്. ഇനിയും നമുക്ക് വേറെ മുന്നോട്ട് പോകാനുണ്ട്. കൂടുതലായിട്ട് കാർഷിക പ്രവർത്തനങ്ങളിലേക്ക് യുവാക്കളെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമസ്കാരം. കവളങ്ങാട് പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. കാർഷിക വിളകൾ നടാൻ പറ്റിയ ഏറ്റവും ഉത്തമ സമയമായ തിരുവാതിര ഞാറ്റുവേല കാലയളവിൽ കർഷകർക്ക് നടീൽ വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിനും അതിലൂടെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും വേണ്ടിയാണ് ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചത്. വിവിധ ഇനം പ്ലാവ് ബഡ് തൈകൾ, തെങ്ങിൻ തൈകൾ, മുളക്, പയർ, വെണ്ട, ചീര, വഴുതന തുടങ്ങിയ പച്ചക്കറി വിത്തുകളും ഞാറ്റുവേല ചന്തയിലൂടെ വിതരണം ചെയ്തു. കൂടാതെ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ച FIGയുടെ ഗ്രൂപ്പ് ഉൽപ്പാദിപ്പിച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ലിസി ജോളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് PH, വാർഡ് മെമ്പർ ടീന ടിനു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. CDS ചെയർപേഴ്സൺ ജമീല ഷംസുദ്ദീൻ, കാർഷിക വികസന സമിതി യോഗം ജോയി P. മാത്യു, തോമസ് പോൾ, വെട്ടിയാങ്കൽ ബേബി MP, സിറിൽ ദാസ്, പാടശേഖര സമിതി സെക്രട്ടറി കുര്യൻ, അജി KC, PN വിജയൻ, റീന എൽദോസ്, സിജീഷ് ജോർജ്, ബിന്ദു സനൻ, സൗമ്യ ഷിബു, സുജ വിനോദ്, സ്മിത സജി, നാസർ MM, റംല അനസ്, കൃഷി അസിസ്റ്റന്റുമാരായ സീന ജോർജ്, ഫാത്തിമ AA തുടങ്ങിയവർ പങ്കെടുത്തു. കൃഷി ഓഫീസർ സജി KA സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സാജു KC കൃതജ്ഞതയും പറഞ്ഞു.